തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സർക്കാരുകൾക്കും രാഷ്ട്രീയ കക്ഷികൾക്കും മുന്നറിയിപ്പുമായി ചങ്ങനാശ്ശേരി അതിരൂപത വോട്ട് ബാങ്ക് അല്ലെന്ന് കരുതി അവഗണിക്കുന്നുണ്ടെങ്കിൽ ക്രൈസ്തവർക്ക് ഒരുമിച്ച് മുന്നേറാൻ സാധിക്കുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. കർഷക രക്ഷ നസ്രാണി മുന്നേറ്റം എന്ന പേരിൽ ചങ്ങനാശ്ശേരി അതിരൂപത നടത്തിയ അവകാശ സംരക്ഷണ സമ്മേളനത്തിലാണ് രൂപത നിലപാട് വ്യക്തമാക്കിയത്. കാർഷിക മേഖലയിലെ പ്രതിസന്ധി, വന്യജീവി ആക്രമണങ്ങൾ, വിദ്യാഭ്യാസ നയങ്ങൾ, ദളിത് ക്രൈസ്തവരുടെ സംവരണം എന്നീ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് പുതിയ പ്രക്ഷോഭത്തിന് ചങ്ങനാശ്ശേരി അതിരൂപത തുടക്കം കുറിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണന തുടരുന്നതാണ് അതിരൂപതയെ ചൊടിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ശക്തമായ രാഷ്ട്രീയ നിലപാട് വിളിച്ചു പറയുകയാണ് ചങ്ങനാശ്ശേരി അതിരൂപത. തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങൾ കണ്ട് മയങ്ങിപ്പോകുന്ന മണ്ടന്മാരല്ല കേരളത്തിലെ നസ്രാണികൾ. വോട്ട് ബാങ്ക് അല്ല എന്ന് കരുതി അവഗണിക്കുകയാണെങ്കിൽ ക്രൈസ്തവർക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ 10 വോട്ട് കിട്ടാൻ വേണ്ടി കുറച്ച് വാഗ്ദാനങ്ങൾ കിട്ടിയാൽ ഉടനെ അതിൽ മയങ്ങുന്ന ആൾക്കാരൊന്നുമല്ല, വിദ്യാഭ്യാസമുള്ള ആർജവത്വമുള്ള ഒരു സമുദായമാണ് തന്നെയാണ് ക്രൈസ്തവ സമുദായം. കേരളത്തിൽ ഇന്നും 17% നമ്മളുണ്ട്. നമ്മൾ തീരെ അവഗണിക്കാവുന്ന ഒരു സമൂഹമൊന്നുമല്ല. ഈ 17% ഒരുമിച്ച് കൂടാൻ സാധിക്കും. പ്രക്ഷോഭങ്ങളുടെ ആദ്യഘട്ടമെന്ന നിലയ്ക്കാണ് കർഷക നസ്രാണി മുന്നേറ്റം എന്ന പേരിൽ അവകാശ സംരക്ഷണ സമ്മേളനം നടത്തിയത്. ചങ്ങനാശ്ശേരി SB കോളേജിൽ നടന്ന അവകാശ സംരക്ഷണ സമ്മേളനത്തിൽ മതമേലധ്യക്ഷന്മാരും വിശ്വാസികളും ഒരുപോലെ അണിനിരന്നു. രാവിലെ മാങ്കൊമ്പിൽ നിന്നും ആരംഭിച്ച അവകാശ സംരക്ഷണ യാത്രയിൽ 18 ഫെറോനകളിൽ നിന്നുമുള്ള 25,000-ഓളം വിശ്വാസികൾ പങ്കെടുത്തു. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. ടോബി ജോൺസൺ, 24, കോട്ടയം.